പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഒരു ചെറിയ വീഡിയോയുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്തെന്ന് ചോദിച്ചാൽ, ക്രമസമാധാനത്തിലെ പോലീസ് സേനയുടെ പങ്ക്. ക്രമസമാധാനത്തിലെ പോലീസ് സേനയുടെ പങ്ക് എന്ന് പറയുമ്പോൾ ഏതൊരു നാടും അവിടെ കലാപമുക്തവും മറ്റ് അക്രമമുക്തവുമൊക്കെ ആയ ഒരു നാട് ആകണമെങ്കിൽ, അങ്ങനെയുള്ള ഒരു നമ്മൾ ജീവിക്കണമെങ്കിൽ അവിടെയാണ് പോലീസ് സേനകളുടെ പങ്ക്. എന്താണ് ആ പങ്ക്? ഏതൊരു വിഷയം നാട്ടിൽ വന്നാലും അവിടെ പെട്ടെന്ന് വന്നുകൂടുന്ന ഒരു സേന എന്നത് പോലീസാണ്. പോലീസ് സേനയുടെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഈ സമൂഹത്തിൽ എല്ലാവരെയും തിരിച്ചറിയുവാൻ അവർക്ക് കഴിയുന്നു. എന്താണ് അതിന് കാരണം? ഈ സമൂഹത്തിലെ ഒട്ടുമിക്ക ആളുകളെയും പോലീസ് സേനകൾക്ക് ഒന്നുകിൽ പരിചയമുള്ളവരാണ്, അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ സൗഹൃദങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് അയൽപക്കമായിട്ടുള്ള ബന്ധങ്ങളോ ഒക്കെ ആകാം അതിന് കാരണം. ഒരു സംഭവം നടക്കുമ്പോൾ ആ പരിസരത്തുള്ള ആളുകൾ ആരൊക്കെയെന്ന് അറിയുവാൻ ആ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പോലീസ് സേനയ്ക്ക് വേഗം കഴിയും. അതാണ് പോലീസ് സേനയുടെ ഒരു പ്രത്യേകത. മറ്റ് ഏതൊരു സേനയും ഓടിയെത്തണമെങ്കിൽ പോലീസ് സേനയുടെ കയ്യിൽ നിൽക്കാതെ വരുന്ന മറ്റെന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമാണ് മറ്റുള്ള സേനകളെ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. അപ്പോൾ നമ്മുടെ പോലീസ് സേന എന്നത് ചെറിയൊരു കാര്യമല്ല. എന്താണ്? ഒരു പോലീസ് സ്റ്റേഷൻ പരിധി, ആ പരിധി നിശ്ചയിച്ചാണല്ലോ കേസുകളും അത് സംബന്ധമുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ആ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയാണ് നിർണയം. അപ്പം അക്രമരഹിതമായ ഒരു സമൂഹമാണ് നാം എല്ലാം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു സമൂഹത്തെ നാം കെട്ടിപ്പടുക്കണമെങ്കിൽ അതിൻ്റെ എല്ലാ കടിഞ്ഞാണും പോലീസ് സേനയുടെ കയ്യിലാണ്. പോലീസ് സേനയെ ചിലപ്പോൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പോലീസ് സേനയെ വേണ്ടുന്ന വിധം പ്രവർത്തിക്കുവാൻ അനുവദിക്കാറില്ല. പാർട്ടികളുടേതായ അവരുടേതായ ചട്ടക്കൂടുകൾ പാർട്ടിക്ക് ഉള്ളിൽ. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കാലത്താകാം പോലീസുകാർക്ക് ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതൽ. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഏതൊരു ചോട്ട നേതാവിനും സ്റ്റേഷനിൽ കയറി ചെന്ന് തെറി പറയുവാനുള്ള സ്വാതന്ത്ര്യം ആ പാർട്ടിക്കകത്തുണ്ട്. മറ്റൊരു പാർട്ടിയിലും അത് കണ്ടുവരുന്നില്ല. അപ്പോൾ ഭീഷണി മുതൽ അങ്ങേയറ്റം പോലീസുകാരെ സമാധാനമായിട്ട് പണിയെടുക്കാൻ സമ്മതിക്കാത്ത ഒരു വിഭാഗമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണകാലം എന്നത്. അതിൻ പ്രകാരം പോലീസ് സേനയ്ക്ക് ഒരുപാട് അപമാനങ്ങൾ, കാരണം അവരുടേതായ
കർമ്മ മേഖലയിൽ അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് പണിയെടുക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ആ പാർട്ടി സർക്കാരിൻ്റെയും ഒക്കെ കൈകളിൽ ഇങ്ങനെ അവിടെ ഇവിടെ തത്തിക്കളിക്കുമ്പോൾ പോലീസ് സേനയ്ക്ക് ആ ഒരു പരമാധികാര പൂർണ്ണമായ അധികാരം അവർ കൊടുക്കാത്തതിനാൽ പോലീസുകാർക്ക് പലപ്പോഴും കൈകെട്ടി നോക്കി നിൽക്കേണ്ടുന്നതായ സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് പോലീസിനെ മുക്തമാക്കുകയും ഈ നാട്ടിൽ എവിടെ ഒരു അരാജകത്വം ഉണ്ടായാൽ ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷന്റെ പരിധിക്കുള്ളിൽ സകല മുക്കും മൂലകളും അരിച്ചു പെറുക്കി ആ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളതായിട്ടുള്ള അറിയപ്പെടുന്നതായിട്ടുള്ള ഏതുവിധ അക്രമങ്ങളെയും അടിച്ചമർത്താൻ പോലീസുകാരനിക്ക് പൂർണ്ണ അധികാരം ഉണ്ടാകണം. ആ അധികാരം ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ ഈ നാടിന്റെ ക്രമസമാധാനം തകരുക തന്നെ ചെയ്യും. അപ്പോൾ പോലീസ് സേനയെ നാം ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും പോലീസ് സേനയ്ക്ക് അവരുടേതായ സ്വാതന്ത്ര്യമാണ് നൽകേണ്ടത്. ഒരു പാർട്ടിക്കാരുടെയും ആ പാർട്ടിയുടേതായ അജണ്ട പോലീസ് സേനയ്ക്കുള്ളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് ശരിയായ നടപടിയല്ല. പോലീസ് സേനയെ പിടിച്ചുകെട്ടി എവിടെയെങ്കിലും മെരുക്കി നിർത്താതെ പോലീസ് സേനയ്ക്ക് പൂർണ്ണമായ അധികാര സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ഭരിക്കുന്ന സർക്കാരുകൾ ഭരിക്കുക. അങ്ങനെ പോലീസ് സേനയ്ക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ ഒരു കലാപങ്ങളും ഒരു തരത്തിലുള്ള ഭീകരവാദ തീവ്രവാദ ഒരു പ്രവർത്തനങ്ങളും ഈ നാട്ടിലെങ്ങും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. കാരണം കേരളത്തിലെ പോലീസ് സേന എന്നത് ലോകത്തിലെ നമ്പർ 1 പോലീസ് സേനയാണ്. അപ്പോൾ ആ പോലീസ് സേനയെ നാം പ്രവർത്തിക്കുവാൻ അനുവദിക്കണം. അല്ലാതെ ഏതെങ്കിലും പാർട്ടി ഭരണത്തിൽ ഏറുമ്പോൾ ആ പാർട്ടിയുടേതായ അജണ്ട ആ പാർട്ടിയുടേതായ സ്വാർത്ഥത നടപ്പിലാക്കുവാൻ വേണ്ടി പോലീസ് സേനയെ ഉപയോഗിക്കാതിരിക്കുക. പോലീസ് സേന പൊതുവായ ഒരു സേനയാണ്. ആ സേനയെ നാം പാർട്ടിപരമായോ മറ്റേതെങ്കിലും ബാഹ്യ ശക്തികളുടെ ഇടപെടൽ മൂലമോ ഈ ഇടപെടലൊക്കെ ഇതിൻ്റെ എല്ലാം കാരണം ഈ നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ലക്ഷ്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ന നാട്ടിൽ കലാപങ്ങളും സമരങ്ങളും അക്രമങ്ങളും കൊലപാതകങ്ങളും അവർക്ക് വേണം. ഒന്നില്ലെങ്കിൽ ഒന്ന് അവരിങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ ചെന്ന് പോലീസിന് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. അല്ലാതെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയതുകൊണ്ട് പോലീസ് വേലിക്ക് പുറത്ത് നിൽക്കട്ടെ എന്ന് ഒരു പാർട്ടിക്കാർ പറയാൻ പാടില്ല. പോലീസ് എനിക്ക് അവരുടേതായ സ്വാതന്ത്ര്യം കൊടുക്കണം. ആ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴാണ് ഈ നാട്ടിൽ അക്രമരഹിതമായ ഒരു നാടാകുന്നത്. അല്ലാതെ പാർട്ടിക്കാരുടെ ഇത് വെച്ചോണ്ട് പോലീസ് സേനയെ നിയന്ത്രിച്ചാൽ ഈ നാട്ടിൽ അക്രമങ്ങളും കൊലപാതകങ്ങളും മറ്റ് തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നുള്ളത് നാം മനസ്സിലാക്കുക.